Dear students, welcome to SS Physics classes. നമ്മുടെ നീറ്റ് റിവിഷന്റെ 11ാം ദിവസം. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് വോളിയം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രോമിസിംഗ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷൻ ആണ് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ കൃത്യതയോടെ പഠിച്ച തിയറി ഉണ്ടെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുള്ള ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള ആ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് ശ്രദ്ധിച്ചേ. 92 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 33 ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു ആവറേജ് എടുത്താൽ ഉറപ്പിക്കാൻ നമുക്കൊരു 3+ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഗ്യാരണ്ടി ആണ് ഈ വർഷവും അത് ഒരു 4+ ക്വസ്റ്റ്യൻസ് ഈ 2021 നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പൊ അതുകൊണ്ട് ആ തിയറി വളരെ മനോഹരമായിട്ട് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്ക് അറിയാം, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി 2 കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു എന്നറിയാം അല്ലെ. ഒന്ന് ഇൻക്രീസിങ് ദ ഇന്റേണൽ എനർജി ആൻഡ് ദെൻ വർക്ക് ദാറ്റ് വി ഹാവ് ടു ഡൺ ഇറ്റ്. അപ്പൊ ഈ ഇക്വേഷൻ ഓഫ് കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട സൈൻ കൺവെൻഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യം നമ്മുടെ വർക്ക് ഡണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, സപ്പോസ് നമ്മുടെ കയ്യിലേക്ക് ഒരു സിമ്പിൾ സിസ്റ്റം ഉണ്ട് എന്നിരിക്കട്ടെ വിത്ത് എ പിസ്റ്റൺ. സോ നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു, ഗുഡ്. സോ സ്വാഭാവികമായിട്ടും അതിനൊരു എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സോ വി ക്യാൻ സേ ദ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആസ് ഹിയർ ദാറ്റ് increase in volume. So there we said the work is done by the system. Then can you say what is the sign we can give for that? Work done by the system. Volume increases. അങ്ങനെയാണെങ്കിൽ അവന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൈൻ എന്ന് പറഞ്ഞേ കൺവെൻഷനലി വോളിയം ഇൻക്രീസസ് ആണെങ്കിൽ, come on say, message me please. Come on. വർക്ക് ഡണ്ണിന് നമുക്ക് എന്ത് സൈനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇഫ് വോളിയം ഇൻക്രീസസ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ, കീപ് ഇൻ മൈൻഡ് എക്സാക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ വോളിയം ഡിക്രീസസ് ആണെങ്കിൽ their work can be said to be negative. That is very important. അപ്പൊ ഇത് സൈൻ കൺവെൻഷൻ ആയിട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്ലിക് പ്രോസസ്സ് വരുമ്പോൾ, ഇപ്പൊ സാധാരണ രൂപത്തിലെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ, കീപ് ഇൻ മൈൻഡ് there we said that work done as positive. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേ സ്ഥാനത്ത് സപ്പോസ് ഇൻ ദ PV ഡയഗ്രാം ഇഫ് ദാറ്റ് പ്രോസസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്, there we said it to be negative. ഇത് 2 കോൺസെപ്റ്റ്സും എപ്പോഴും ഓർമ്മയിരിക്കണേ. അപ്പൊ നമ്മൾ വർക്ക് ഡൺ സാധാരണ നമ്മുടെ PV ഡയഗ്രാത്തിൽ നമുക്കറിയാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കർവാണ് നമുക്കുള്ളതെങ്കിൽ, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് അവിടെ വർക്ക് ഡൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതൊരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കണം. ഒരു സൈക്ലിക് പ്രോസസ്സ് വരുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മുടെ മെക്കാനിക്സിൽ വരുമ്പോൾ ടോർക്ക് ഒക്കെ പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ ഇന്റേണൽ എനർജിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ അറിയാം ഈ ഇന്റേണൽ എനർജിക്ക് 2 കോൺട്രിബ്യൂട്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്?
the kinetic energy and the potential energy because of the configuration. അപ്പോൾ മൂവ്മെന്റിന് കാരണം അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് കാരണം എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയും മോളിക്കുലാർ ഇന്ററാക്ഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, രണ്ട് കോൺട്രിബ്യൂഷൻസ് ആണുള്ളത്. അപ്പൊ ഐഡിയൽ കോൺസെപ്റ്റ്സ് വരുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഓർ മേ ബി ദ കേസ്, സപ്പോസ് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കാരണം അതിന്റെ ടെമ്പറേച്ചർ റൈസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എങ്കിൽ ദാറ്റ് ഇന്റേണൽ എനർജി ചേഞ്ചിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അതിനു പകരം ആ സിസ്റ്റത്തിൽ നിന്ന് എനർജിയെ നമ്മൾ തിരിച്ചെടുക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ അതിന് കുറവ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇന്റേണൽ എനർജി ചേഞ്ചിനെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദാറ്റ് ഈസ് ഗിവൺ ടു ദാറ്റ്. അപ്പൊ ഗിവൺ ചെയ്യുന്ന എനർജി വരുന്ന സമയത്ത് അപ്പൊ ആ സിസ്റ്റം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, അപ്പൊ അത് അതിന്റെ പാർട്ടായിട്ട് മാറുകയാണ് അല്ലെ. സോ അവിടെ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. അതിന് പകരമായിട്ട് ആ ഒരു സിസ്റ്റം സപ്പോസ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ആസ് എ നെഗറ്റീവ് എന്നൊരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഓൾ ഇന്ത്യയിൽ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു കർവും കൂടിയാണ്. പക്ഷെ ഒരൊറ്റ കർവ് കൊണ്ട് നമുക്ക് എല്ലാ പ്രോസസ്സിലെയും പ്രധാനപ്പെട്ട കേസസ് എല്ലാം നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. നോക്കിയേ, അറ്റ് ഫസ്റ്റ് വൺ നമുക്ക് എ ടു ബി എന്നുള്ള ആസ്പെക്ട് കണ്ടോ. ഫസ്റ്റ് എ ബി, ദാറ്റ് ഈസ് ദ ഐസോതെർമൽ പ്രോസസ്. ദെൻ എ സി, അഡയബാറ്റിക്. രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. Adiabatic curves are more steeper than isothermal. That is a very important one. Then the next one, then A to D, that is the isochoric process. Then AE, the isobaric. And keep in mind, the isothermal process എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. That means the temperature is a constant. And keep in mind that in a adiabatic process, we can say the amount of heat energy, there is no heat energy is intake or leave the system. A perfectly insulated process on a adiabatic process. And isochoric process in the sense the change in volume, it must be 0. That is, volume is a constant. And isobaric process, എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന്റെ റെലവന്റ് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഈ ഫസ്റ്റ് നമ്മളിപ്പോ കണ്ട മോണിറ്ററിനെ ബേസ് ചെയ്തിട്ട് തന്നെ യു ക്യാൻ വെയിറ്റ് വൺ ക്വസ്റ്റ്യൻ ഫോർ ദ കമ്മിങ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്. A sample of 0.1 gram of water at 100 degrees Celsius and a normal pressure that is 1.013 into 10 to the power of 5 requires 54 calories of heat to convert to steam at 100 degrees Celsius. അപ്പോൾ സ്റ്റീം ആയിട്ട് സോ മച്ച് വോളിയം ഓഫ് വാട്ടറിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് 54 കാലറിയാണ്. If the volume of the steam produced is 167.1 cubic centimeter, the change in internal energy of the sample. So, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്കറിയാം ഫ്രം ഫ്ലോട്ട് the first law of thermodynamics said delta Q is equal to delta U plus delta W. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെ, ഡെൽറ്റ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ ദാറ്റ് വർക്ക് ഡൺ. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് അറ്റ് ഫസ്റ്റ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് ഗിവൺ ടു ഇറ്റ്. ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ, എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുക ഫോർ ദ പ്രോസസ് ടു കൺവേർട്ട് ഇൻ ടു സ്റ്റീം അറ്റ് 100 degrees Celsius.
എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജിയാണ് കൊടുക്കുക. സോ നമുക്കറിയാം ഹിയർ ദാറ്റ് ഡെൽറ്റ ക്യൂ ഇസ് 54 കാലറി. അപ്പൊ ഈ 54 കാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എല്ലാം ജൂളിലാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം 1 കാലറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റഫ്ലി 4.2 ജൂൾ. So you can just multiply that 4.2. Then what is the value there? So if you just multiply it, then you get the value as 225.72 joule. അപ്പൊ നമ്മൾ ഡെൽറ്റ ക്യൂ ആയി കഴിഞ്ഞു അല്ലെ. ഇനി എന്താ വേണ്ടേ? വർക്ക് ഡൺ ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ ഇത്ര കണ്ട് വോളിയം ഇൻക്രിമെന്റ് ഉണ്ടായി എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് ഡൺ ചെയ്തത് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് പി ഇൻറ്റു ഡെൽറ്റ വി. സോ പ്രഷർ എത്രയായിട്ടാണ് ഇവിടെ തന്നിരിക്കുക? 1.013 into 10 to the power of 5 into what is delta V here? That is 167.1 that much cubic centimeter cube. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് വരുമ്പോൾ കൺവേർഷനെ കുറിച്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. That 1 centimeter we can set 10 to the power of -2 cube, so 10 to the power of -6. So on solving, you get the value as is equal to 16.92. ഓർക്കുക ഡെൽറ്റ വി എടുക്കുമ്പോൾ നമ്മുടെ ഫൈനൽ വോളിയം സോ മച്ച്. ഇപ്പൊ ഇനിഷ്യലി റഫ്ലി 0 എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ എടുത്തിട്ട് then that much change നമ്മൾ എടുത്തു. So 167.1 into 10 to the power of -6. അപ്പൊ ഇത്രയുമാണ് ഡെൽറ്റ ഡബ്ല്യു നമുക്ക് ഉണ്ടാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യുയിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാമല്ലോ. So that is equal to 225.72 minus that is 16.92. Roughly we can say that 208.79 that much joule. Exactly we get the second choice. Very good, very good. Exactly, you are right. അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ we feel it is complicated. അങ്ങനെയല്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് ആൻസറിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഇല്ല. നമുക്ക് ആ ഒരു അതിന്റെ മീനിങ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതിയാണ്. So that is the first question. That is the application of first law of thermodynamics. Keep in mind. So are you okay? Fine. So dear one, എൻ്റെ പേര് സാംസൺ എന്നാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് +1 +2 റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻസിനെ ഫിസിക്സ് ട്രെയിൻ ചെയ്യുന്നു. പ്രൗഡ് ടു സേ നമ്മുടെ കഴിഞ്ഞ നീറ്റിലൊക്കെ 10ാം റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിനെ വരെ പഠിപ്പിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പ്ലീസ് ലൈക്ക് ഇറ്റ്. സോ വി ക്യാൻ മൂവ് ഇറ്റ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2012 ചോദിച്ച ഒരു ആസ്പെക്ടാണ്. നമ്മുടെ ഈ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റ്സുകളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഗുഡ് ക്വസ്റ്റ്യൻ. കം ഓൺ, ട്രൈ ഇറ്റ്. നിങ്ങളുടേതായ രൂപത്തിൽ ഒന്ന് ശ്രമിച്ചേ. An ideal gas goes from state A to state B via 3 different processes as indicated in the PV diagram. Here, if Q1, Q2, Q3 indicate the heat absorbed by the gas along the 3 processes, അപ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്നത് ആ 3 വഴികളിലൂടെയുമുള്ള ഹീറ്റ് അബ്സോർപ്ഷനും ഡെൽറ്റ U1, ഡെൽറ്റ U2 ആൻഡ് ഡെൽറ്റ U3 indicate the change in internal energy along the 3 processes respectively. നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ അത് ഇനിഷ്യലിന്റെയും ഫൈനൽ പൊസിഷന്റെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ് അല്ലെ. Then what we can say? അപ്പൊ ഇന്റേണൽ എനർജി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ 3 പാത്ത് എടുത്താല് യെസ്, അതിനുള്ളിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ആർ സെയിം. സോ keep in mind for the 3 processes that internal energy change എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. That is a very important concept. അതാണ് നമ്മുടെ ഈ ഫിഗർ ബേസ് ചെയ്ത് ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മുടെ സ്വാഭാവികപരമായിട്ട് നമ്മുടെ ഫസ്റ്റോ സെക്കൻഡോ ഓപ്ഷൻ ആയിരിക്കും വരിക. സിയും ഡിയെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കണം. അപ്പൊ ഇത് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഡെൽറ്റ U1 U2 U3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഉപയോഗിച്ചാൽ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആണ് അല്ലെ? യെസ്. ഇവിടെ എല്ലാത്തിനും ഇപ്പൊ 3 പ്രോസസ് എടുക്കുമ്പോഴും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സെയിം ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഡെൽറ്റ Q തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ വർക്ക് ഡൺ ആണ്. അപ്പൊ ഈ PV ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ആർക്ക് വർക്ക് ഡൺ കൂടുതലാണ് അല്ലെങ്കിൽ ആർക്ക് കുറവാണ്, ഇത് എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും? ഏത് മാനദണ്ഡമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? ഒരു PV ഡയഗ്രാം വരുമ്പോൾ അതിന്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പൊ ഏരിയ സബ്ടെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവിടെ വർക്ക് ഡൺ. അപ്പൊ ഇതിൽ ഏത് പ്രോസസ്സിനാണ് വർക്ക് ഡൺ കൂടുതലായിട്ട് വരിക? അത് ഫസ്റ്റ് പ്രോസസ് ആണോ, സെക്കൻഡ് പ്രോസസ് ആണോ, തേർഡ് വൺ ആണോ? വാട്ട് ഈസ് യുവർ നിങ്ങളുടെ മനസ്സിൽ ഏത് പ്രോസസ്സിൽ ഏത് വഴിയിലൂടെ പോകുമ്പോഴാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? അതൊന്ന് ഗ്രേഡ് ചെയ്തേ, അപ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മൾ അത് കോൺസ്റ്റന്റ് ആണ് എല്ലാവർക്കും. അപ്പൊ ഡെൽറ്റ Q ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൽറ്റ W ആണ് അല്ലെ? യെസ്. അപ്പോ ഡെൽറ്റ വർക്ക് എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാം ദ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് ഓഫ് W1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3. കാരണം മിനിമം സർഫസ് ഏരിയ ആണ് നമ്മുടെ 3യുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതിനേക്കാൾ കൂടുതലായിരിക്കും 2, അതിനേക്കാൾ കൂടുതലായിരിക്കും 1. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് എന്ത് പറയാം? Q1 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഗ്രേറ്റർ ദാൻ Q2, എക്സാക്ട്ലി ഗ്രേറ്റർ ദാൻ Q3. കാരണം വർക്ക് ഡൺ ആർക്ക് കൂടുതലാണ്? ഫസ്റ്റ് പ്രോസസ്സിന് കൂടുതലാണ്. Exactly, you are right, and you get the choice as the first option as A as the answer. കണ്ടോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സൈൻ കൺവെൻഷൻ പ്രോപ്പർ ആയിട്ട് അത് ഇനിഷ്യലി പറഞ്ഞത് വ്യക്തതയോടെ നിങ്ങൾ അത് നോക്കുക. അത് ക്യൂബിനെ ബേസ് ചെയ്തും യുവിനെ സംബന്ധിച്ചും വർക്കിനെ ബേസ് ചെയ്തും പറഞ്ഞു. അടുത്തതാ നമ്മള് ഫസ്റ്റ് ലോയുടെ ഒരു വെരി ഗുഡ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. That is a very important one. Good, good, very good. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കി. 2 cylinders A and B of equal capacity are connected to each other via a stopcock. A contains an ideal gas at a standard pressure, temperature and pressure, and B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is. അപ്പോ 2 cylinders ആണ്. യെസ്, നമുക്ക് അവയെ ഒരു സ്റ്റോപ്പ് കോക്ക് കൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ the system is that is a very important one. Thermally insulated ആണ്. അപ്പൊ അതിൽ ബി എന്ന് പറയുന്നതിനകത്ത് അത് ഇവാക്യുവേറ്റഡ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. വിച്ച് പ്രോസസ്? തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം there is no heat enter or leave the system. That is a very important one. So we can say, അപ്പൊ നമ്മുടെ ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്താൽ കുഞ്ഞുങ്ങളെ അതില് ഒരു 50% ഓഫ് ദ ക്വസ്റ്റ്യൻസും ഈ വേർഡ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിലേഷൻസിനെ കുറിച്ച് വളരെ നല്ല രൂപത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. അഡയബാറ്റിക് പ്രോസസ്. അപ്പൊ അവിടെ ആദ്യം നമ്മുടെ ആ ഒരു ജെനുവിനായിട്ട് അഡയബാറ്റിക് പ്രോസസ്സിന്റെ റിലേഷൻ ഓർമ്മയിരിക്കട്ടെ. PV raised to gamma is a constant. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി വീണ്ടും ശ്രദ്ധിക്കുക,
ഐസോതെർമലും അഡയബാറ്റിക്കും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അവനൊരു ക്വിക്ക് പ്രോസസ്സാണ്, സഡൻലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഐസോതെർമൽ അങ്ങനെയല്ല, വളരെ സ്ലോ പ്രോസസ്സാണ്. അത് ഇവർ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ലാപ്ലേസ് കറക്ഷൻ ഇൻ വേവ്സ് വന്നപ്പോൾ, സ്പീഡ് ഓഫ് വേവ്സ് കണ്ടുപിടിച്ചപ്പോഴേ adiabatic, our sound propagation through air are treated as adiabatic, and that's the reason why in that relation we got as V equal to root gamma P by rho. അപ്പോൾ അവിടെ that is a very important ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഈ PV raised to gamma equal to constant വരുമ്പോൾ ഇതിന്റെ മറ്റ് ചില വേർഷൻസ് ഒന്ന് ഓർത്തിരിക്കണേ. ടെമ്പറേച്ചറുമായിട്ട് നമുക്ക് ഈ വിക്ക് പകരം നമുക്ക് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ PV is equal to nRT ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you get the value as a TB raised to gamma minus 1 is equal to constant. ഇനി പ്രഷറും ടെമ്പറേച്ചറും മാത്രമായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ keep in mind P raised to 1 minus gamma T raised to gamma is equal to constant. വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്. ഇതെല്ലാം കാണാതെ പഠിക്കേണ്ട, ഈ റിലേഷൻ മാത്രം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ബാക്കി നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ റിലേഷൻ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you get the concept. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർമ്മയിരിക്കട്ടെ, സി നമ്മുടെ അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണിന്റെ റിലേഷൻ കൂടെ ഒന്ന് മെമ്മറിയിൽ വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു P1 V1 മൈനസ് V2 ഡിവിഷൻ ബൈ ദാറ്റ് ഗാമ മൈനസ് 1. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. ഇനി അതോടൊപ്പം നമുക്ക് PV nRT ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ we can say that NR into that T1 minus T2 division by that gamma minus 1. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, ഓർമ്മയിരിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ഐസോതെർമലൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം PV is equal to constant എന്നാണ് നമ്മൾ പറയാം. അതൊരു സ്ലോ പ്രോസസ് ആയിട്ട് നമ്മൾ എടുത്തും കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് keep in mind is equal to 2.303 that nRT log V2 division by V1, or in terms of pressure we can say as 2.303 nRT log that P1 division by P2. വളരെ പ്രധാനപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് കുഞ്ഞുങ്ങളെ, ജസ്റ്റ് റിവൈസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ബേസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ചില ആസ്പെക്ട്സുകൾ നമ്മൾ ചെയ്തു. ഇപ്പൊ നിങ്ങളെ 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ ഒരു ചെറിയ മീനിങ് നമ്മൾ എല്ലാ കേസസിലുമായിട്ട് ഡീൽ ചെയ്യും. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടോ എന്നൊരു അനാലിസിസ് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4, എ ഗുഡ് ക്വസ്റ്റ്യൻ ഫോർ യു. The thermodynamic processes are indicated in the following diagram. വളരെ കാര്യമായിട്ട്. അപ്പൊ ആദ്യം നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ IF, സോ ദിസ് വൺ അബൌട്ട് അതാണ് 1 ആയിട്ട് എടുക്കുക. ദെൻ സെക്കൻഡ് ദിസ് വൺ, തേർഡ്, ഫോർത്ത്. സോ നമുക്ക് ഈ വഴിയാണ് അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, ദിസ് വൺ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് കോളം നോക്കുക. അഡയബാറ്റിക് ആണ്, ഐസോബാറിക് ആണ്, ഐസോകോറിക് ആണ്, ഐസോതെർമൽ ആണ്. ഒരു കൺഫ്യൂഷൻ സാധ്യതയുള്ളത് അഡയബാറ്റിക്കും ഐസോതെർമലും വരുമ്പോഴാണ്. ഒരേ കർവാണ് വരുന്നത് അല്ലെ? പക്ഷെ അവിടെ ഓർക്കണം, അഡയബാറ്റിക് കർവാണ് മോർ നമുക്ക് സ്റ്റീപ്പർ ആയിട്ട് വരുന്നത്. അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ സ്ലോപ്പ് കൂടുതലായിട്ടുള്ളത് എപ്പോഴും അഡയബാറ്റിക് കർവിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൻസർ ഫോർ ഇറ്റ്? കം ഓൺ എവരിബഡി, പെട്ടെന്ന് ആൻസറിലേക്ക് വന്നു. Come on, try to do it. Yes, very good. Very good. Very good. അപ്പൊ നമ്മൾ ആ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് ഈ ആൻസേഴ്സ് സൂചിപ്പിക്കുന്നത്. സോ ഗോ അഹെഡ് വിത്ത് ദാറ്റ് വൺ. അപ്പൊ നമ്മൾ ആ ഇനിഷ്യൽ പോർഷനിൽ കണ്ട സ്ലൈഡ്, ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് ഫോർ യു ടു ആക്സസ് ഇറ്റ്. അപ്പൊ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് വൺ. സോ ദ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുമ്പോഴേ തന്നെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കേസാണ്, ഐസോകോറിക് ആണ് അല്ലെ? അപ്പോഴേ തന്നെ സി ആണ് ഓപ്ഷൻ ആയിട്ട് വന്നത്. അപ്പൊ ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബിയോ ആയി മാറിക്കഴിഞ്ഞു. ഇനി ഐസോതെർമലോ അഡയബാറ്റിക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാനത്തെ കേസ് ഒന്ന് നോക്കിയിരിക്കെ. അവസാനത്തെ പ്രോസസ്സ് ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ഐസോബാറിക് ആണ്. അപ്പൊ ഐസോബാറിക് അവിടെ വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അല്ലെ? സോ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു ദാറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ.
ഞാൻ നേരത്തെ പറഞ്ഞു അഡയബാറ്റിക്കും ഐസോതെർമലും തമ്മിൽ തിരിച്ചറിയാൻ. Adiabatic curves are more steeper compared to that isothermal. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് അഡയബാറ്റിക് ആയിട്ട് നമുക്ക് പറയാം. So that is a very important one. Exactly, you are right. Good, very good, very good. കുഞ്ഞുങ്ങളെ മിനിമം സമയം കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ ടോട്ടൽ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ് ഫ്രം SS ഫിസിക്സ് ക്ലാസ്സസ്. അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ. നോക്കൂ, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ടേം സംതിങ് അബൌട്ട് ദ അഡയബാറ്റിക് പ്രോസസ്. അതിലെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ് അടുത്ത നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നോക്കൂ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. A monoatomic gas at a pressure P having a volume V expands isothermally to a volume 2. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പൊ അതില് ഇനിഷ്യൽ ആയിട്ട് പറയുന്നത് അവന്റെ പ്രഷർ പി ആണ്, വി വോളിയം ആണ്. അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പി ഡാഷ് പവറിലേക്ക് പ്രഷറിലേക്ക് മാറി, വോളിയം എന്ന് പറയുന്നത് 2V മാറി. എന്നിട്ട് പറയാണ് then adiabatically to the second process എന്ന് പറയുന്നത് it is given as it is a volume changes to 16 volt but adiabatic process. So that is the situation. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the final pressure of the gas, അതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ് അല്ലെ? യെസ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സ് വരുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വോളിയത്തെ കുറിച്ച്. അപ്പൊ നമുക്ക് ഏത് പാരാമീറ്റർ ആണ് രണ്ടാമത്തെ കേസിലേക്ക് കൊണ്ടുപോകാനുള്ളത്? നമ്മുടെ പ്രഷറിന്റെ കേസാണ്. അപ്പോ ആ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം അല്ലെ, പി ഇൻറ്റു വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 എന്ന് പറയുന്നത് P2 V2 ആയിട്ട് നമുക്ക് എഴുതാം. റിയലി? അപ്പൊ നമുക്ക് അവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് പ്രഷർ എന്ന് പറയുന്നത് P1 ഇൻറ്റു ദാറ്റ് V1 ബൈ V2 ആയിട്ട് എടുത്തൂടെ? അപ്പൊ സ്വാഭാവികപരമായിട്ട് പ്രഷർ 1 നമുക്ക് P ആണ്, വോളിയം V ആണ്. സോ ദ സെക്കൻഡ് വോളിയം എന്ന് പറയുന്നത് ഡബിൾ V ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോ നമ്മുടെ രണ്ടാമത്തെ പ്രഷർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു P2. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്? ഇപ്പോഴത്തെ സ്റ്റേറ്റിലെ പ്രഷർ എന്ന് പറയുന്നത് P/2 ആണ്. വോളിയം എന്താണ്? വോളിയം ഓൾറെഡി തന്നിട്ടുണ്ട്, ഡബിൾ V ആണ് അല്ലെ? യെസ്. അപ്പോ ആ ഡബിൾ V എന്ന് പറയുന്നതാണ് എത്ര വോളിയം ആക്കി മാറ്റിയത്? ഇവിടെ 16 ടൈംസ് വോളിയം ആയിട്ട് മാറ്റുക. അതോടൊപ്പം തന്നെ പ്രഷർ എന്തായിട്ടാണ് നിൽക്കുന്നത്? P/2. അപ്പൊ അത് എന്തുമാത്രമായി മാറി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. But the process involved is what? Adiabatic. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചേ. ആദ്യം ആ സിസ്റ്റത്തെ ഐസോതെർമൽ പ്രോസസ്സിലൂടെ കൊണ്ടുപോയി, എന്നിട്ട് അവന്റെ വോളിയം 16 വോൾട്ട് ആയിട്ട് 16 വോളിയം ആയിട്ട് മാറ്റുകയാണ്. 16 ടൈംസ് ആക്കി മാറ്റിയാൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്രഷറും വോളിയവും തമ്മിലുള്ള നമ്മുടെ മനോഹരമായിട്ടുള്ള റിലേഷൻ എന്ന് എടുത്തേ. ദാറ്റ് PV റൈസ്ഡ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ രണ്ട് കേസസിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 റൈസ്ഡ് ടു ഗാമ എന്ന് പറയുന്നത് ദാറ്റ് P2 V2 റൈസ്ഡ് ടു ഗാമ അല്ലെ? വളരെ പ്രാധാന്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് P2 ആണ് അല്ലെ? സോ P2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? X that is P1 into that V1 by V2 the whole raised to gamma. ഇനി കൃത്യതയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള പ്രഷർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് P/2 അല്ലേ? That is very important. Then V1 by V2 വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ ആയിട്ടുള്ള വോളിയം 2V അല്ലേ? രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് അത് 16 വോളിയം ആയിട്ട് മാറിയിട്ടില്ലേ? നമ്മുടെ ഗാമ എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണല്ലേ? അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഗാമ ബിക്കം വാട്ട്? സോ ദാറ്റ് ഗാമ ഈസ് നത്തിങ് ബട്ട് ഈസ് ഈക്വൽ ടു യെസ് ഇറ്റ് ഈസ് ഗിവൻ ഫോർ ദ മോണോ ആറ്റമിക് ആസ് 5/3. നിങ്ങൾ ചാർട്ട് ചെയ്ത് കൃത്യതയോടെ പഠിക്കേണ്ടതാണ് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ഫോർ നമ്മുടെ മോണോ ആറ്റമിക്, ഡൈഅറ്റമിക്, ട്രൈഅറ്റമിക്. അതോടൊപ്പം തന്നെ ഗാമയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും തമ്മിലുള്ള റിലേഷൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാണ്. സോ നമുക്ക് വിയും വിയും ക്യാൻസൽ ആയി അല്ലെ? അപ്പൊ 216 ഇറ്റ് ബിക്കംസ് 8 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു
that 1 by 8, 8 എന്ന് പറയുമ്പോൾ നമുക്ക് 2 cube ആയിട്ട് എടുക്കാം അല്ലേ, the whole raised to 3. So 3 cancel. So that is a very important one. So 2 raised to 5 into 2. So we exactly you get the answer as a p division by 64. Our third option as the answer. So that is the very important concept. കുഞ്ഞുങ്ങളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മാത്തമാറ്റിക്സ് സ്റ്റെപ്സ് മാത്രമേ അവിടെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻസ് ഇതുമാതിരി ബേസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ്ഡ് ആണെങ്കിൽ യു ക്യാൻ, നോ ഡൗട്ട് അറ്റ് ആൾ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. 2012 ചോദിച്ച നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. അതോടൊപ്പം ഈ ചാനലിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ തെർമോഡൈനാമിക്സിന്റെ കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസും ഈ ചാനലിൽ ലഭ്യമാണ്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഈ തിയറി നന്നായിട്ട് വായിച്ചിട്ട് അത് 1 by 1 ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രധാനമായും ആവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അത് നന്നായിട്ട് യൂസ് ചെയ്യുക. നോക്കൂ, എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ത്രൂ ദ സൈക്കിൾ ABCD. ഒരു സൈക്ലിക് പ്രോസസ് ആണ് അല്ലേ. The heat rejected by the gas during the cyclic processes. അവിടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരു സൈക്ലിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അപ്പൊ എയിൽ തുടങ്ങുന്ന ഒരു സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക് പ്രോസസ്സ് ഒത്തിരി പ്രോസസ്സുകൾ കഴിഞ്ഞ് എയിൽ തന്നെ തിരിച്ചെടുക്കുക. അപ്പൊ അതുകൊണ്ട് ഇനിഷ്യലും ഫൈനലും അവന്റെ എനർജി സെയിം ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു വരുമ്പോൾ ഇവിടെ ഡെൽറ്റ യു 0 ആകുമ്പോൾ കീപ് ഇൻ മൈൻഡ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് വരുമ്പോഴേ തന്നെ ഒരു നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞു അല്ലേ. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻടു. സോ എങ്ങനെയാണ് നമ്മളൊരു PV ഡയഗ്രാത്തിന് അതിന്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കുക? ആ ക്ലോസ്ഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അല്ലെ, എന്താണ് അവിടുത്തെ പ്രത്യേകത? യെസ്, വി ഹാവ് ടു ടേക്ക് ദ, യെസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഏരിയ. അപ്പൊ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ആദ്യം വോളിയം ആക്സിസ് എടുക്കാം. സോ സൈഡ് ആയിട്ട് അത് എടുത്താല് 3V minus V into, then what about the pressure height? So that is equal to 2P minus P. So that is the area. So minus into 2V into P. So that is equal to 2PV. That is the concept there. So heat is rejected. That's the reason why there is a negative sign. And hence we can exactly you get the choice as the first one. Very good, very good. So that is a very important one. Is it clear? കുഞ്ഞുങ്ങളെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ? കംഫർട്ട് ആണോ കുഞ്ഞുങ്ങളെ? Is it okay? A simple question for you. I am waiting for your choices. Come on, kid. Come on. Good, very good, very good. A sample of gas expands from volume V1 to V2. The amount of work done by the gas is greatest when the expansion is. Come on, everybody. Come on. I'm waiting for your choice. നമ്മൾ ആ ചോദിച്ച കർവുകളെല്ലാം ഒന്ന് മനസ്സിലേക്ക് എടുക്കണേ. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, നമ്മുടെ പ്രഷർ വോളിയം കർവ് വരുന്ന സമയത്ത് എക്സ് ആക്സിസുമായിട്ട് സക്കണ്ട് ചെയ്യുന്ന ഏരിയ ആണ് വർക്ക് ഡൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസോബാറിക് പ്രോസസ് ആണ് അല്ലെ. ഇത് നമ്മൾ സാധാരണ രൂപത്തിൽ ഐസോതെർമൽ ആണ്, ഇത് അഡയാബാറ്റിക് ആണ്, ഇത് ഐസോക്ലോറിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതിനായിരിക്കും വർക്ക് ഡൺ കൂടുതലായിട്ട് വരിക? സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ദേ. So with respect to this figure, we can say that ഒരു particular point base ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ isobaric process ആയിരിക്കും. That is exactly very important concept there. So we can say the second option as the answer. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർക്കുക. ആ ഒരു ഫിഗർ ഒന്ന് നോക്കി. once again
and that isobaric, isothermal, adiabatic, and then isochoric with the minimum oleum difference, and hence they got the minimum work done. Work done out of 0 isobaric. That is good. So the tomorrow, our day 12, and we are with oscillations. പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇനി വെയിറ്റ് ചെയ്യുന്നത്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പല കുട്ടികൾക്കും ഒരല്പം കൺഫ്യൂഷൻസ് വരുന്ന ഏരിയ ഉള്ള ചാപ്റ്ററാണ്. തിയറി നന്നായിട്ട് പഠിച്ചിട്ട് നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ, ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ പെയിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആണ് എനിക്ക് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ എന്താ പറയാ, ലൈക്കാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. സോ ആ ഒരു പെയിനിന് ദയവ് ചെയ്ത് ഈ ഒരു പാൻഡമിക്കിൽ അതിന് നീഡഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവരുടെ കൈകളിലേക്ക് ഇതൊന്ന് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ് വിൽ റിയലി ഹെൽപ്ഫുൾ. അതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും ഇപ്പൊ ക്ലാസ് 11 പരീക്ഷ എഴുതുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ ഒരു 10 വർഷത്തത് ഈ ചാനൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് ഷെയർ ചെയ്താൽ അതൊരു സന്തോഷമായിരിക്കും. കുഞ്ഞുങ്ങളെ, കാർനോട്ട് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് രണ്ടിന്റെയും ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു വെച്ചേ. വളരെ പ്രാധാന്യമുള്ള ഒരു കേസസ് ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സാധാരണ റെഫ്രിജറേറ്ററിനെ ആണ് ഹീറ്റ് പമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ, മറന്നു പോകരുത്. കാർനോട്ട് എഞ്ചിൻ. അപ്പൊ കാർനോട്ട് എഞ്ചിൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹോട്ട് റിസർവയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറാണ് അവിടെ കൊടുക്കാറുള്ളത്. കോൾഡ് റിസർവയർ എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ T2 എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവയറിൽ നിന്ന് സോ മച്ച് എമൗണ്ട് ഓഫ് QH എമൗണ്ട് ഓഫ് എനർജി എടുത്തിട്ട് അത് നമ്മുടെ ലോവർ ടെമ്പറേച്ചറായ കോൾഡിലേക്ക് ഒരു സഫിഷ്യന്റ് വർക്ക് ഡൺ ചെയ്തതിന് ശേഷം കൊടുക്കുകയാണ്. ഇതാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. യെസ്. ഇനി പക്ഷേ ഇവിടെ നമ്മുടെ റെഫ്രിജറേറ്റർ വരുമ്പോൾ അങ്ങനെയല്ല. ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബോഡിയുടെ ടെമ്പറേച്ചറിനെ വീണ്ടും തണുപ്പിക്കുകയാണ്, അല്ലെ, വീണ്ടും കുറയ്ക്കുകയാണ്. എന്നിട്ട് എക്സ്ട്രാ അവിടെ വരുന്ന ആ കോൺസെപ്റ്റിനെ നമ്മുടെ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളുകയാണ്. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം മറന്നു പോകരുത്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് keep in mind the work done per cycle division by that total amount of heat absorbed. That is a very important one. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഒന്ന് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ വരുമ്പോൾ ദാറ്റ് 1 മൈനസ് ദാറ്റ് T2 ഡിവിഷൻ ബൈ T1, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർ ഇൻ ടേംസ് ഓഫ് വി ക്യാൻ സേ ഇഫ് T2 സിങ്കിലെ നമ്മുടെ ഹീറ്റ് എനർജി നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് QC ആയിട്ടാണ്, കോൾഡ് ആയിട്ടാണ് പറയുന്നത്. സോ QC ഡിവിഷൻ ബൈ ദാറ്റ് UH ആയിട്ട് നമുക്ക് പറയാം. ഇത് അവിടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നേരെ തിരിച്ച് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എഫിഷ്യൻസിക്ക് പകരമായിട്ട് നമ്മുടെ റെഫ്രിജറേറ്ററിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ വരുമ്പോൾ ഓർക്കണേ, ഇറ്റ് ഈസ് എ റിവേഴ്സ് കോൺസെപ്റ്റ് ആണ്, അല്ലെ. അപ്പം നമ്മുടെ ഹയർ ടെമ്പറേച്ചർ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ടെമ്പറേച്ചർ നമ്മൾ ഈ നമ്മുടെ ഹീറ്റ് എൻജിൻ കാർനോട്ട് എൻജിൻ എടുക്കുമ്പോൾ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മുടെ റെഫ്രിജറേറ്ററിൽ നടക്കുക. സോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ മനസ്സിൽ വരേണ്ട റിലേഷൻ എന്ന് പറയുന്നത്, സോ ഫോർ ദാറ്റ് ഹീറ്റ് എൻജിൻ വി ക്യാൻ സേ ദാറ്റ് cold temperature division by അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിവിഷൻ ബൈ ദാറ്റ് QH minus QC, or we can say that is equal to that T2 division by T1 minus T2.
ഈ റിലേഷൻ നിങ്ങളുടെ മനസ്സിലെ ഈ 4 റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തന്നിരിക്കും. ഇനി 100% എഫിഷ്യൻസി ഉള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ നമ്മൾ പറയുന്നത്, അല്ലെ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ അത് ബേസ് ചെയ്ത് ഇൻ ഓർഡർ അതിന്റെ പ്രോസസ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ദാറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ ഇൻ ഓർഡറിൽ ഓർത്തിരിക്കുക. അതിന്റെ റിലേഷൻസും ഓർമ്മയിൽ ഇരിക്കുക. Look, you are with a very good question from 2018. നമ്മുടെ ഹീറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് ആണ്. നോക്കൂ, the efficiency of an ideal heat engine working between the freezing point, ice point, that is 0 degrees Celsius. But നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം നമ്മളുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കണം. So we have it converted into Kelvin. So keep in mind as a 273 Kelvin. And the boiling point of water. Boiling point of water. So keep in mind it is nothing but equal to 100 degrees Celsius in Kelvin scale. 273 plus 100, 273 plus 100, we can say as a 373 Kelvin. Come on, try to do it. What is the efficiency of that heat engine working between that is 0 degrees Celsius and 100 degrees Celsius? Come on, everybody. So, you know, simply that efficiency is nothing but equal to that lower temperature by the higher temperature. So that is a simple concept. Come on, everybody. Very good, very good. So we can just write it to be as 1 minus that 273 by 373. So we can write it to be as 373 minus 273 by that 373. So that is equal to 100 division by 373. That much into 100%. Come on, everybody. And you get the answer as exactly, come on, 0.268 into 100%. And you get the answer as 26.8%. So ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നുപോകരുത്. സോ ദാറ്റ് ഈസ് നമുക്ക് ഈ കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിട്ടും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് റെഫ്രിജറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഒന്ന് നോക്കിയേ. The coefficient of performance of a refrigerator is 5. If the inside temperature of freezer is minus 20 degrees Celsius, then the temperature of the surroundings to which it rejects heat is. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ബ്ലോക്ക് ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഹീറ്റ് റിജക്റ്റഡ് ആകുന്നത് എന്ന് പറയുന്നതാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക്, അല്ലെ? അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടുത്തെ ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അത് ഹയർ ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ആർ വിത്ത് എ സിമ്പിൾ റിലേഷൻ ആസ് ബീറ്റ എന്ന് പറയുന്നത് ദാറ്റ് T2 ഡിവിഷൻ ബൈ ദാറ്റ് T1 മൈനസ് T2. ഇതിന്റെ ഒരു റെസിപ്രോക്കൽ സ്റ്റൈലാണ് നമുക്ക് എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ വരുന്നത്. റിലേഷൻ മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് T1 ആണ്, അല്ലെ? നമുക്ക് ഹയർ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. So we can write it to be as T1 minus T2 is equal to T2 by beta ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു വാട്ട് T1 ആണ്. So we can write it to be as T1 plus T2 plus T2 by beta, or we can write it to be as T2 into 1 plus 1 by beta. You can give the values there as T2. ഇവിടെ നമ്മുടെ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത് -20 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ ഓർമ്മയിരിക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ ഇക്വേഷൻ വാലിഡ് ആകുന്നത് ആൾവൈസ് ഫോർ അവർ കെൽവിൻ സ്കെയിലാണ്. സോ ഇതിനെ നമ്മൾ കെൽവിൻ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആഡിങ് 273. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 253. സോ നമുക്ക് ആ T2 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 253 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5 ആണ്. So 253 into that is 6 division by 5.
So that is equal to, you get the answer as is equal to 303.6 Kelvin. But here all the choices are in degrees Celsius. So you have to subtract with the 273 and you get the answer as exactly 31 degrees Celsius. So we can say the fourth option as the answer for the problem. So that is നമ്മുടെ Carnot cycle അതോടൊപ്പം refrigerator base ചെയ്തിട്ടുള്ള questions കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. Everybody, are you getting me? നിങ്ങളെ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? Please message me, everybody. So we are with the next one, the kinetic theory of gases, the speed of gases and the degrees of freedom. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രം നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്യാം. അതിലാദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് പ്രഷറും കൈനറ്റിക് എനർജി പെർ മോളിക്യൂളുമായിട്ടുള്ള റിലേഷനാണ്. So that is nothing but equal to as 2/3 times of E. അപ്പോൾ അവിടെ E എന്ന് പറയുമ്പോൾ ഓർമ്മയിരിക്കണേ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണെന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് മറന്നു പോകരുത്. അടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ 3 ടൈപ്പ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റീസ് ആണ്. അതിന്റെ റിലേഷൻസ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അതിലൊന്ന് നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു that is 3RT division by molecular mass. അപ്പൊ അത് വോളിയവുമായിട്ട് പ്രഷറുമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഓർമ്മയിരിക്കട്ടെ. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ ആവറേജ് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് nothing but 8RT division by pi m. That is important. And then the most probable velocity, that is equal to root of 2RT division by m. ഈ 3 റിലേഷൻസും നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. പിന്നെ പലപ്പോഴും നമ്മുടെ RMS വെലോസിറ്റി ഒക്കെ ആയിട്ട് എസ്കേപ്പ് വെലോസിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിയുടെ റിലേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടുമായിട്ടുള്ള കോൺസെപ്റ്റ്. അവർക്കും നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഗാമ പി ബൈ റോ. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർലിങ്കിങ് ഫാക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് മീൻ ഫ്രീ പാത്ത് ലാംഡ. ആ റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. പ്രത്യേകിച്ച് ദാറ്റ് ബ്രൗണിയൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ദാറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു KT division by root 2 pi d square p. ഇപ്പൊ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ ആ സൈസ് ഓഫ് ദ മോളിക്യൂൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഈ റിലേഷൻ അതേപടി നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. ഇനി അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ഡിക്രീസ് ഓഫ് ഫ്രീഡം ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ഡിക്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ മോളിക്യൂൾസിനെ ബേസ് ചെയ്തിട്ട് അതിൽ എന്തുമാത്രം നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഉണ്ട് അത് ബേസ് ചെയ്തിട്ട് പറയപ്പെടുന്ന ടേം ആണ് നമ്മുടെ ഡിക്രീസ് ഓഫ് ഫ്രീഡം. സാധാരണ ഡിക്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 3n-k. ഇവിടെ അതിലുള്ള കൺസ്ട്രൈൻസ് ആണ്, അവിടെയുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ അതൊരു മോണോ അറ്റോമിക് ആയിട്ട് മാറുമ്പോൾ, ഓർക്കുന്നുണ്ടോ? മോണോ അറ്റമിക്കിന് നമ്മുടെ ഡിക്രീസ് ഓഫ് ഫ്രീഡം എത്രയായിട്ടാ വരുന്നത്? Come on everybody. So keep in mind, മോണോ അറ്റമിക് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 1 ആയിട്ട് മാറും അല്ലെ? ഒരു മോളിക്യൂൾ മാത്രമാണ് അവിടെ വരുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് എഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, എഫ് എന്ന് പറയുന്നത് മോണോ അറ്റമിക് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3 into ഒരൊറ്റ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ അല്ലെ? നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഇല്ല അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അത് ഡയറ്റമിക് ആയിട്ട് വരുമ്പോൾ നമ്മുടെ രണ്ട് ആറ്റത്തെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 into നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവിഷൻ മൈനസ് ദാറ്റ് കൺസ്ട്രൈൻസ് അവിടെ 1 ആയിട്ട് മാറുകയാണ്. 6 - 1 ആയിട്ട് മാറുന്നു. സോ ഇറ്റ് ബിക്കംസ് 5. അത് മനസ്സിൽ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇനി അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്
ട്രൈ അറ്റമിക് ആയിട്ടുള്ള ബോഡീസ് ആണ്. ഇതൊന്ന് കാണാതെ പഠിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ട്രൈ അറ്റമിക് ആയിട്ടുള്ള ലീനിയർ മോളിക്യൂൾ ആണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഇതായിരിക്കും അവന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3 ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ 3 × 3 മൈനസ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഇത് 2. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. സോ 9 - 2 ആയിട്ട് എടുക്കാൻ നമുക്ക് 7 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ട്രൈഅറ്റമിക് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികപരമായിട്ട് ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരിക. അപ്പോ അവിടെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 × 3 - 3 എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. ദാറ്റ് ഈസ് 9 - 3 ഇറ്റ് ബിക്കംസ് 6. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അവിടെയും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോണോ ആറ്റമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർഗോണും നിയോണും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസിനെല്ലാം നമുക്ക് മോണോ ആറ്റമിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡയറ്റോമിക് വരുമ്പോൾ നമ്മുടെ H2, O2 അതൊക്കെ നമുക്ക് പറയാം. ട്രൈഅറ്റോമിക് ലീനിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നോൺ ലീനിയർ വരുമ്പോൾ നമ്മുടെ വാട്ടറും അമോണിയയും ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന കേസസ് ആണ്. ഇനി അടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. ഗാമ എന്ന് പറയുന്നത് Cp/Cv. ഇതെന്ന് പറയുന്നത് എങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമായിട്ട് പഴയ കാലത്ത് ഈ ഒരു റിലേഷൻ തന്നെ അതേപടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. So by putting the correct values of monatomic as 3, diatomic or 5, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗാമ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് എന്ന് പറയുന്നത്. So we are waiting with some simple questions but promising one. Number 10. Come on, try to do it. Come on, I am waiting your answer for question number 10. Come on, everybody. The number of translational degrees of freedom for a diatomic gas is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 3n - k എന്നുള്ള ഫോർമുല വരിക. ഒരു ഡയറ്റമിക് എന്ന് പറയുമ്പോൾ അവയുടെ ലിങ്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് കെയുടെ വാല്യൂ 1 ആയിട്ട് മാറി. 2 ആറ്റംസ് ആണുള്ളത്. 3 × 2 - 1 ആയിട്ട് മാറി. 6 - 1 ആയിട്ട് മാറി. You get the answer as is equal to. Come on, everybody. Exactly. That the third option is the answer. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. Good, good. Yes, exactly. So we can say the answer as is equal to. Yes, 5 was the answer. Good, very good, very good. നമ്മുടെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A cylinder contains hydrogen gas at pressure 249 kilopascal and temperature 27 degrees Celsius. What is its density? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. നമുക്ക് നമ്മുടെ ഐഡിയൽ ഗ്യാസ് റിലേഷൻ എന്ന് പറയുന്നത് നോർമലി PV = nRT ആയിട്ട് നമുക്കറിയാം അല്ലെ. ഇവിടെ n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? സ്മോൾ m ഡിവിഷൻ ബൈ ക്യാപിറ്റൽ M ആണ് അല്ലെ. യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാക്ട്ലി ദാറ്റ് ഡെൻസിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ്. സോ വി ക്യാൻ സേ ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് m division by v into r into t. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പം മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. സോ സിമ്പിൾ ആയിട്ട് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ റോ ഈസ് ഈക്വൽ ടു ദാറ്റ് pm ഡിവിഷൻ ബൈ RT ആണ് നമ്മുടെ റിലേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. യു ഗെറ്റ് ദ ആൻസർ സോ ക്വിക്ക്ലി. കം ഓൺ എവരിബഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ഇവിടുത്തെ പ്രഷർ ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 249 kilo into what is the capital M? The molecule hydrogen gas ആണ് നമുക്ക് പറയുന്നത്. So 2 × 10⁻³ അത് കിലോഗ്രാമിലേക്ക് നമ്മൾ മാറ്റി. 8.31 ആണ് നമുക്ക്
നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻടു ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഓർക്കണേ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 27 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. സോ പ്ലസ് 273, അപ്പൊ അത് 300 ആയിട്ട് മാറി. Then what is the answer? Come on everybody, please try to solve it so quickly. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. എന്താണ് നമുക്ക് ഡെൻസിറ്റി ആയിട്ട് വരുന്നത്? You get the answer as exactly as a 0.2 that much kilogram per meter cube. So the first option as the answer. കണ്ടോ, വളരെ സിമ്പിൾ ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ ഒന്ന് ഫോർമുലേറ്റ് ചെയ്തു ഡെൻസിറ്റിയിലേക്ക് എന്ന് മാത്രം. അപ്പൊ അവിടെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ മാസ് ഡിവിഷൻ ബൈ ദ മോളിക്കുലാർ മാസ് എന്നുള്ള ഒരു സിമ്പിൾ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് ഇക്വേഷൻ കിട്ടി. ഇത് വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 12. നമ്മൾ നേരത്തെ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. At what temperature will the RMS speed of oxygen molecules become just sufficient from escaping the earth atmosphere? അവിടെ മാസ് ഓഫ് ദ ഓക്സിജൻ മോളിക്യൂളും ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ തന്നെ ആ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ രൂപത്തിലെ നമുക്ക് RMS സ്പീഡിന്റെ റിലേഷൻ ഒന്നും വേണം. നമുക്കറിയാം VRMS എന്ന് പറയുന്നത് കംഫർട്ട് ആയിട്ട് 3RT ഡിവിഷൻ ബൈ M ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് സ്മോൾ എം ഡിവിഷൻ ബൈ ക്യാപിറ്റൽ M ആണ് അല്ലെ. സോ അപ്പൊ ക്യാപിറ്റൽ M നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാപിറ്റൽ M ബിക്കം സ്മോൾ m ഡിവിഷൻ ബൈ N ആണ് അല്ലെ. ആ N-നെ നമുക്ക് RT-യുമായിട്ട് ചേർന്നാൽ നമുക്ക് ആ NR-ന് പകരം കംഫർട്ട് ആയിട്ട് K-യുടെ ഇക്വേഷനിലേക്ക് നമുക്ക് എടുക്കാം അല്ലെ. ദാറ്റ് ഈസ് 3kBT ബൈ M. അതാണ് നമ്മുടെ VRMS എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ VRMS എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് മാറണം എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ് പറയുന്നത്. എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം, അത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറയുമ്പോൾ 11.2 into 10 to the power of 3 meter per second എന്നാണ്. ആ വാല്യൂ കിട്ടാൻ എന്ത് ടെമ്പറേച്ചർ ആണെന്നാണ് ചോദ്യം. സോ നമുക്കൊന്ന് സ്ക്വയർ ചെയ്താല് വി എസ്കേപ്പ് സ്ക്വയർ ഈക്വൽ ടു 3kBT by M എന്നാണ്. So our aim is to find what is that temperature. So T is equal to M into V escape square division by 3 into kB. Really simple ആയിട്ട് നമ്മൾ വാല്യൂസ് കൊടുത്താൽ ആൻസർ ആയി കിട്ടും. So mass is given as is equal to what? That is 2.76 into 10 to the power of minus 26 into that escape velocity. So that is nothing but equal to 11.2 into 10 to the power of 3, that much square division by that 3 into the Boltzmann constant as 1.38 into 10 to the power of minus 23. Come on everybody, come on everybody, try to solve it. Question number 12. So you get the concept as 83626, that much Kelvin. That means roughly you can say that 8.360 into 10 to the power of 4 Kelvin. So ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തൊരു വരാൻ ചാൻസ് ഉള്ള കോൺസെപ്റ്റ് ആണ് how we can relate with the speed of sound. അത് ഓർമ്മയിരിക്കട്ടെ. So there we said as the speed of sound in air as is equal to root of gamma pressure by the density. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. So that is a question number 12. So we can move with. So here ഏതാ നമുക്ക് ആൻസറിലേക്ക് വന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. മറക്കരുത്, നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്പർ 30. The value of gamma, that is Cp by Cv for hydrogen, helium and another ideal diatomic gas whose molecules are not rigid but have an additional vibration mode. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കേസ് ആണ് കേട്ടോ.
whose molecules are not rigid but have an additional vibrational mode are respectively equal to Z. That is a question. Very good, very good. അപ്പൊ അതിനുള്ളില് നമ്മൾ ആദ്യം പറയുന്നത് ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം അതൊരു ഡയറ്റമിക് ആണ്. അപ്പൊ നമുക്ക് ഗാമ എന്ന് പറയുന്നത് 1+2/F ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ആ ഡയറ്റോമിക്കിന്റെ മോളിക്യൂൾസിന് എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പല കേസുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് 5 ആണ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് 1+2/5 ആണ്. ദാറ്റ് ഈസ് 7/5 ആയിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ എ ചോയ്സോ ബി ചോയ്സോ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പൊ അടുത്തതും ആൻസർ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി കൺഫ്യൂഷൻ വരുന്ന നമ്മുടെ അവസാനത്തെ കേസാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഓർ മേ ബി ഫോർ ഹീലിയം. അപ്പൊ ഹീലിയം എന്ന് പറയുമ്പോൾ ഇനർട്ട് ഗ്യാസ് എന്നുള്ള കൺസെപ്റ്റിൽ അതിനെ മോണോ അറ്റോമിക് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ F = 3 ആണ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് 1+2 division by F എന്ന് പറയുന്നത് നമുക്ക് അവിടെ 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. അതും കിട്ടിക്കഴിഞ്ഞു. അടുത്ത് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയറ്റമിക് ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഡയറ്റമിക് വരുമ്പോൾ തന്നെ നമുക്ക് നോർമൽ കേസസിൽ അവിടെ എഫ് എന്ന് പറയുന്നത് 5 ആയിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പക്ഷെ ഇവിടെ പറയുന്നത് whose molecules are not rigid but have an additional vibrational mode. അപ്പൊ ഡയറ്റമിക് എന്ന് പറയുമ്പോൾ 2 ആറ്റംസ് ഉണ്ട്. 2 പേർക്കും ഓരോന്ന് വെച്ച് വൈബ്രേഷണൽ മോഡ് ഉണ്ട്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എനർജി കൊടുക്കുന്ന നമ്പർ ഓഫ് വേസ് 2 കൂടെ ആഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് അത് മാറുന്നു? 7. ഏതൊക്കെയാ? നോർമൽ കേസിൽ 5 ഉണ്ട്. പിന്നെ വൈബ്രേഷണൽ മോഡ് കാരണം ഓരോന്നിനും ഓരോന്ന് വെച്ച് അപ്പോ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവുകയാണ്. അപ്പൊ ഗാമ ഫോർ എക്സ് എന്ന് പറയുന്നത് 1+2 division by 7 ആവുകയാണ്. സോ 9/7 ആയിട്ട് മാറി. എക്സാക്ട്ലി ദ സെക്കൻഡ് ഓപ്ഷൻ ബി എസ് ദി ആൻസർ. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കൈനറ്റിക് തിയറി ബേസ് ചെയ്തിട്ട് മോർ ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3 ക്വസ്റ്റ്യൻസ് ഇതേ പാർട്ടിൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 14 നോക്കിയേ. എ ഗ്യാസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് 2 moles of oxygen and 4 moles of argon at temperature T. അപ്പം ഓക്സിജൻ ആണ് അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അടുത്ത് പറയുന്നത് ആർഗോൺ ആണ്. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ട് തന്നിരിക്കുന്നത് 4 ആണ്. 2 അറ്റ് ടെമ്പറേച്ചർ T ആണ്. നെഗ്ലക്റ്റിംഗ് ഓൾ വൈബ്രേഷണൽ മോഡ് ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പൊ നമ്മുടെ ലോ ഓഫ് ഇക്യു പാർട്ടീഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരട്ടെ. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് എനർജി എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടൈംസ് എൻആർടി. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ 2 ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഫോർ ഓക്സിജൻ പ്ലസ് ആർഗോൺ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്സിജന്റെ കേസാണ്. അത് ഒരു ഡയറ്റോമിക് ആണ് അല്ലെ. അപ്പൊ ഡയറ്റോമിക് വരുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. സോ 5/2 ഇൻറ്റു അവിടെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയാ? 2 ആണ്. സോ നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? 2 ക്യാൻസൽ ആയി. അപ്പൊ അവന്റെ എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5RT ആണ്. സോ 5RT പ്ലസ് അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് ആർഗോണിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആർഗോണിന്റെ എനർജി എങ്ങനെ എഴുതാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അവനൊരു മോണോ അറ്റോമിക് ആണ്, മറന്നു പോകരുത്. എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 4 moles ആണെന്നാണ് പറയാം into R into T. So നമുക്ക് it becomes a 6RT. So energy contribution from that is given as 5RT plus 6RT. You get the answer as is equal to 11RT. C as the answer. അപ്പൊ നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. Yes, exactly. You are right. Good, good. Yes, very good, very good, very good. So, dear one, so നമ്മുടെ tomorrow class exactly 9 AM ആണ്. കൃത്യതയോടെ തിയറി ഒന്ന് വായിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം പ്ലീസ് ഷെയർ
this channel to your friends. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവ് ചെയ്ത് മറന്നു പോകരുതേ. സോ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസ് ഒരു കാരണവശാലും കളയരുതേ. കൃത്യതയോടെ ടൈം ബൗണ്ട് ആയിട്ട് ആലോചിച്ചുറച്ച് സ്ട്രെങ്തൻ ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ മറന്നു പോകാതെ മറിച്ചു നോക്കി ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രത്യേക ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നീറ്റ് 2020 ആൻസർ 21 ആൻസർ ഷീറ്റ് അതെങ്ങനെ ഫില്ല് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഓരോ സ്റ്റുഡൻസും ശ്രദ്ധിക്കും. Okay, so we can meet again tomorrow. Take care. God bless you.